അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനിക്ക് സുഖം തന്നെ. എന്തപ്പാ ശരിക്കും ഞാൻ ഒരു പാത്രം കൊണ്ട് നിൽക്കുന്നതെന്ന് വിചാരിക്കണ്ട. ഞാൻ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്ന്. ഒരു ഗ്ലാസ് പരിപ്പ് ഞാൻ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. നന്നായി കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് പരിപ്പിലേക്ക് ഞാൻ ഒരു വെള്ളരിക്ക നന്നായി ചെറുതായി മുറിച്ചത്, ഇതാ സാമ്പാർ കഷ്ണത്തിൽ മുറിച്ചത്, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു നീരുള്ളി, അതൊന്നും കൂടി എല്ലാം ഒന്നിച്ചെണ്ണ ഇടുന്നുണ്ട്. ഇതിലേക്ക് ഒരു പച്ചക്കായ, നേന്ത്രപ്പച്ചയാണ്, 3 കോയക്ക, 2 ഉരുളക്കിഴങ്ങ്, പൈനങ്ങും വെണ്ടയ്ക്കും കുറച്ച് കഴിഞ്ഞിട്ടിടാം. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, വേകാൻ വെക്കണ്ടേ, കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. നന്നായി ഒന്ന് നമുക്കിത് ഇളക്കാം. അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിട്ടുക. അപ്പോഴൊക്കെ പരിപ്പ് പോകും. ഗ്യാസ് കത്തിക്കട്ട് വേവിട്ട് അപ്പോഴൊക്കെ നമുക്ക് തേങ്ങ വറുത്തരക്കാം. അങ്ങനെ ഒരു മുറി തേങ്ങ, കുറച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ അരക്കാൻ ഇടുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം, എന്നിട്ട് വെള്ളം കൂട്ടാം. നന്നായി ഇതാ പൊടിഞ്ഞിട്ടുണ്ട്. ഈ പൊടിഞ്ഞതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ എന്താക്കാം, ഇത് പൊടിക്കണം. പൊടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ വേഗം നല്ല ഇതിൽ മഷി പോലെ അരിഞ്ഞ് കിട്ടും നമുക്ക്. അതിനാണ് പൊടിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടാം. ഇനി നമ്മളെ തേങ്ങ അരഞ്ഞോ എന്ന് നമുക്കൊന്ന് നോക്കാം. നന്നായി മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. ഇതാ അതാണ് ഞാൻ പറയുന്നത്, വറുത്തിട്ട് ഇടുമ്പോൾ നമ്മൾ പൊടിച്ചതിന് ശേഷം അരച്ചുകൂടും. അരക്കുമ്പോൾ നല്ല മഷി പോലെ മൊതിയും. അങ്ങനെ ഇത് റെഡിയായി. ഇന്ന് നമുക്ക് കറിയിൽ കൂട്ടുന്നത് കാണാം, സാമ്പാറിൽ കൂട്ടുന്നത് കാണാം. അങ്ങനെ നമ്മൾ പരിപ്പും ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായി വെന്ത് അതിലേക്ക് ഞാനിതാ ഒരു 3 വെണ്ടയൊക്കെ 2 വൈനങ്ങ ഇത് നന്നായി ഇനി വേവിട്ട് അടച്ചു വെക്കാം. അങ്ങനെ നമുക്ക് വറുത്ത തേങ്ങ അരച്ചത് സാമ്പാറിലേക്ക് കൂട്ടാം. ഇതിലേക്ക് തന്നെ കുറച്ച് പുളിയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പുളിയും വെള്ളവും ഇതേ ജാറിൽ തന്നെ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് കൂട്ടാം. ഇളക്കി നോക്കട്ടെ. നല്ല സാമ്പാറായതിന് സാമ്പാർ പൊടിയെല്ലാം കറികൾ വറുക്കണത്രേ. ഉപ്പുണ്ടോ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പിടാം. ഉപ്പ് കുറവുണ്ട്. കുറച്ച് ഉപ്പിടാം. നന്നായി തിളക്കട്ടെ. നമ്മളെ സാമ്പാർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കടുവറുക്കാം. ഇനി നമുക്ക് കടുവറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നല്ല നങ്കുണക്ക് പൊരിച്ചതും സാമ്പാറും കൂട്ടിയിട്ട് ഇന്ന് ചോറ് കഴിക്കണം ഉച്ചക്ക്. തണുപ്പിന് വിശപ്പ് കൂടുതലാണ്. ഇതിലേക്ക് നമുക്ക് കടുവ വറുത്തിട്ട്
ഇതിലേക്ക് ഞാൻ കുറച്ച് സാമ്പാർ പൊടി ഇടുന്നുണ്ട്, കുറച്ച് കായപ്പൊടിയും. നന്നായി ഇളക്കിയിട്ട് നമുക്ക് സാമ്പാറിൽ കൂട്ടാം. നമുക്ക് ഒന്ന് മാത്രം ഇതിലേക്ക് ഇടണം, മല്ലിച്ചപ്പും കറിവേപ്പും ഇടണം, അതും കൂടി ഇടണം. മല്ലിച്ചപ്പ് കറിവേപ്പ് നന്നായി കഴുകിയിട്ട് വെച്ചത് ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. നമുക്ക് എന്താക്കാം, ഇത് അടച്ചു വെക്കാം. അങ്ങനെ സാമ്പാർ റെഡിയായി. പിന്നെ നമുക്ക് നങ്കുണക്കുണ്ട്, പൊരിക്കണം. അങ്ങനെ നമുക്ക് ചോറായി, സാമ്പാറായി. അങ്ങനെ നങ്ക് നമുക്ക് പൊരിക്കാം. എൻ്റെ മാപ്പൻ്റെ നാട്ടിലെല്ലാം മാന്തള് എന്നാന്ന് പറയല്, നമ്മളിവിടെ പിന്നെ നങ്കന്നല്ലേ. എണ്ണ നന്നായി ചൂടായി. അതിലേക്ക് ഞാൻ നങ്ക് വെക്കുന്നുണ്ട്. നല്ല രസമാണ് സാമ്പാറിന്. പൊരിയത് അങ്ങനെ നമ്മളെ മറിച്ചിടുന്നുണ്ട് ഞാൻ. കുറച്ചും കൂടി പൊരിയത്. അങ്ങനെ നമ്മളെ നങ്കോണക്കിടെ റെഡിയായി. അങ്ങോട്ട് റെഡി. അങ്ങനെ നമ്മളെ ചോറും കറിയെല്ലാം ഇവിടെ റെഡിയായി. ഞാൻ വേവിക്കാൻ ഒറ്റയ്ക്കയിലും മാപ്പിള പണിക്ക് പോയിന് വന്നിട്ട, കുറേ കാത്തിരുന്ന് വന്നിട്ട് ഇതുവരെ 1:30 മണിയായി ഇപ്പോൾ സമയം. അപ്പോൾ നല്ലോണം പൈക്കുന്ന എനിക്ക് പിന്നെന്താക്കല്, എത്ര പേരെ മനുഷ്യന്മാർ കാത്തിരിക്കല്. അതുകൊണ്ട് ഞാൻ ചോറ് വേവിക്കാന്ന് വിചാരിച്ച് നല്ല പൊള്ളുന്ന ചോറ്, സാമ്പാർ. പക്ഷെ ഈ സാമ്പാറിൽ ഒരു സാധനം ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് മറന്നിനി. അത് എന്തെന്ന് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. ഇത് എൻ്റെ മോൻ്റോളെ സ്പെഷ്യലായിട്ടൊരു ഉണ്ടാക്കിയത്. എന്തെന്ന് പറഞ്ഞേക്കാം. ചക്കരപ്പുളി, നീരുള്ളി മുറിച്ച്, മുളക് പൊടി, വെളിച്ചെണ്ണ, അത് കയ്യോട് നല്ല പാങ്ങിൽ ഞമ്മിണ്ടിയിട്ട് എടുത്തത്. ഭയങ്കര ഇഷ്ടമാണ് അത്. കാന്താരി മുളക് എന്താ ഉപ്പിലിട്ട് വെച്ച് സുർക്കിയിൽ, ബീട്രൂട്ട് വറവ്. ഇത് നിങ്ങൾക്ക് കാട്ടിച്ചിട്ട് കേട്ടോ, ഞാൻ കുറച്ചായതുകൊണ്ട് കാട്ടിച്ചിട്ട്. നങ്ക് പൊരിച്ച് 2 എടുക്കാം. അപ്പം ഞാൻ ചോറ് വയ്ക്കട്ടെ മക്കളെ. പിന്നെ മോരും ഉണ്ട്, മോരുണ്ട്, അത് ലാസ്റ്റ് കുടിക്കാം. ബിസ്മിയും കൂട്ടിയിട്ട് വയ്ക്കട്ടെ, രസം ഉണ്ടോക്കട്ടെ ഫസ്റ്റ്. നിങ്ങൾക്കായിരിക്കും വേണം. സമയം 1:30 മണി കഴിഞ്ഞു. നിങ്ങൾ വെയിച്ചിട്ടുണ്ടാവും, എല്ലാവരും വെയിച്ചിട്ടുണ്ടാവും. നല്ല രസമുണ്ട്. പിന്നെ എല്ലാവരോടും എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഉണ്ടായി. ഇത്രയും 6 മാസമായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. ഈ 6 മാസത്തേക്ക് നിങ്ങളെ സപ്പോർട്ട് തന്നെ എനിക്ക്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.